പ്രതീക്ഷയൊന്നുമില്ല അതൊന്നും മൂവിയായിരുന്നു, പക്ഷെ പ്രതീക്ഷകളെ തകിടം മറിച്ച് നല്ല മൂവിയാണ്. ബാലു വർഗീസ് തകർത്തിട്ടുണ്ട്, അതേപോലെ അർജുൻ അശോകനായാലും പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് മൂവി. എല്ലാം കൊണ്ടും നമ്മൾ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്, ഡയറക്ഷൻ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ട്രെയിലർ കണ്ടപ്പോ വലിയ പ്രതീക്ഷ തോന്നിയില്ല, പക്ഷെ തിയേറ്ററിൽ കയറിയപ്പോ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം ഇന്റർവെല്ലിൽ തന്നെ നല്ലൊരു സസ്പെൻസോട് കൂടിയാണ് വന്നത്. അർജുൻ അശോകനായാലും സൂപ്പർ ആയിട്ടുണ്ട്. ബാലു വർഗീസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ് ആണ് സ്റ്റാർട്ട് മുതൽ എൻഡ് പോലെ മൂവിയിലേക്ക് കൊണ്ടുപോകുന്നത്. ബട്ട് നന്നായിട്ടുണ്ട് മൂവി, എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. നല്ല പടം, നല്ല പടം. ഫാന്റസി ആണ്, ത്രില്ലിംഗ്, സസ്പെൻസ് എല്ലാം ഉണ്ട്, കോമഡി എല്ലാം കൂടെ എന്റർടൈനിങ് മൂവി. നല്ല മൂവിയായിരുന്നു. ഏതാ അവസാനം വരെ പിടിച്ചു. എല്ലാം ഭയങ്കര സസ്പെൻസാ മൊത്തത്തില്. പറഞ്ഞാ പോയി എന്റെ കഥ. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല മൂവി, ഫാമിലി ആയിട്ട് കാണാൻ. നല്ല നന്നായി, എല്ലാരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ് ചെറുപ്പകാലത്തൊരു അമ്മയായിട്ട്. സോറി, ഇത് ആക്ച്വലി ത്രില്ലറാണ്. സോ കോമഡി ത്രില്ലർ എന്ന് പറയാം. ഇറ്റ് വാസ് നൈസ്, വെരി ഡിഫറെന്റ്. ഹാപ്പിയാണ്, ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലാ ജോണറിലുള്ള എല്ലാവരും കാണും. ഒരു ഫാമിലി പടം, നല്ല അടിപൊളി കോംബോ. അവരിങ്ങനെ കുറെ കോംബോ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായി. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പ്രതീക്ഷയിലും നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഈ മൂവി. ബിക്കോസ് ഞാൻ ആക്ച്വലി ഒരു കോമഡി ആണെന്ന് വിചാരിച്ചത്, പക്ഷെ ഇത് ആക്ച്വലി കോമഡി മാത്രമല്ല, ത്രില്ലർ ഉണ്ട്, കുറച്ച് ഫാന്റസി ഉണ്ട്. ആൻഡ് നല്ല രസമായിട്ടാണ് അത് പോയേക്കുന്നത്. ആൻഡ് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഈ സിനിമ. ബാലു ആദ്യമായിട്ടാണ് ഒരു അച്ഛൻ വേഷം ചെയ്യുന്നത്. സോ എനിക്ക് ബാലുവിനെ അല്ല, ഞാൻ ആക്ച്വലി ഫാദർ തോമസിനെ തന്നെ അവിടെ കണ്ടത്. സോ പുള്ളിയുടെ ആ ടെൻഷൻ ശരിക്കും നമുക്കും ഫീൽ ചെയ്യണ്ടായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഈ മൂവി. ആൻഡ് ഇതെന്തായാലും തിയേറ്ററിൽ വന്ന് എല്ലാരും കാണും. അച്ചു അതെ, അനു അതെ, നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഈ സിനിമ. കോമഡി, ഫാന്റസി, ത്രില്ലർ എല്ലാം ഉണ്ട് അതിനകത്ത്. എല്ലാരും തിയേറ്ററിൽ പോയി കാണാം. അടിപൊളിയായിരുന്നു. ഓരോരുത്തരും എടുത്തു പറയാൻ പറ്റത്തില്ല, കാര്യം എല്ലാവരും പെർഫോമൻസ് നല്ലായിരുന്നു. ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല എല്ലാം കൂടിയാ. സസ്പെൻസും ഉണ്ട്, എന്നെല്ലാം നല്ല രസമുണ്ട്. ബാലു ആൻഡ് അർജുൻ നല്ല രസമുണ്ട്. അനശ്വര ഓൾസോ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. താങ്ക് യു. അടിപൊളി എല്ലാവർക്കും, ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര സസ്പെൻസ് ആണ്. നമ്മളൊരു ഫാന്റസി പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ മോഡല് ഇന്റർവ്യൂ അർജുൻ അശോകൻ കളിക്കിട്ടുണ്ട്. പിന്നെ അനശ്വരയും നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അനശ്വര ഒരു ആക്ഷൻ റോളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ച്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടം. ഫാമിലി ആയിട്ട് വന്നാൽ ചിരിക്കാനും എല്ലാം ഉണ്ട്. നല്ല കേട്ടോ, കുഴപ്പമില്ല. പടം നല്ലൊരു സിമ്പിൾ മിസ്റ്ററി മൂവിയാണ്. എല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫാമിലി കിടന്ന് എൻജോയ് ചെയ്യാൻ പോയി. എനിക്ക് പേഴ്സണലി വർക്കൗട്ടായി. ചെറിയ ഒരു സബ്ജക്ട്, അത് നല്ല രീതി കൊണ്ടുവന്ന ക്ലൈമാക്സ്, അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ, കോമഡീസ് അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഭയങ്കര ത്രില്ലർ ആകുന്ന സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു സിമ്പിൾ മിസ്റ്ററി മൂവി. കോമഡി മിസ്റ്ററി മൂവിയാണ്. കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ട് കൂടുതൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുണ്ട്. എല്ലാവരും അനശ്വരം എല്ലാവരും നല്ല പെർഫോമൻസ്. എല്ലാവരും എന്താ പറയാ, ബാക്കി എന്താ പറയാ, തീർന്നൊന്ന് കാണാൻ പറ്റിയ മൂവിയാണ് എന്തായാലും. കുറെ ഫൺ മൂമെന്റ്സ് ഉണ്ട്. അനശ്വരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വര ആയാലും ബാലു ആയാലും അർജുൻ ആയാലും ഒക്കെ ഗംഭീരമാണ്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഫാന്റസി ത്രില്ലറാണ്. ഒരുപാട് നല്ല രസമുള്ള കോമഡികളാണ്, ജെന്വിൻ കോമഡികൾ ഒരുപാടുണ്ട്. എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട്. താങ്ക് യു. നല്ല സിനിമയാണ്. സസ്പെൻസ് എല്ലാവരും പിടിച്ചു നിർത്തുന്ന ഒരു സിനിമ.